ചോരപ്പുഴ ഒഴുകുന്ന ഡ്രൈനേജുകൾക്ക് മുകളിൽ 47 ദശലക്ഷം ടണ്ണോളം വരുന്ന കെട്ടിടങ്ങളുടെയും സ്ഫോടന വസ്തുക്കളുടെയും മനുഷ്യ ശരീരത്തിന്റെയും അവശിഷ്ടങ്ങൾ. ഇരു രാജ്യങ്ങളിലുമായിട്ട് 1190ഉം 67,000-ത്തിലധികവുമായിട്ടുള്ള മരണസംഖ്യകൾ. ഒരു നഗരം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ലോകമെങ്ങുമുള്ള മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് ഈ ദുരന്തത്തിന്റെ ഏറ്റവും പുതിയ കാരണമെന്നതിലുപരി ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല എന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നറിയണമെങ്കിൽ 19-ാം നൂറ്റാണ്ടിലെ സയനസത്തിന്റെ ഉദയം മുതൽ 1948-ലെ നഗ്ബ ദുരന്തം, 1967-ലെ അധിനിവേശം, ഗാസയിലെ പട്ടിണി തുടങ്ങി ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്രായേലിയൻ 1195 പേര് കൊല്ലപ്പെട്ടതിന് മറുപടിയായിട്ട് ഗാസയിൽ 67,000-ത്തിലധികം എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ അനുപാതമില്ലായ്മയുടെ താളപ്പിശകുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുണ്ടായ യഥാർത്ഥ കാരണങ്ങൾ, ഇരു രാജ്യങ്ങൾക്കും ഇന്ന് വരെയുള്ള നാശനഷ്ടങ്ങൾ, നിലവിലെ അവസ്ഥ, പരിഹാര മാർഗങ്ങൾ, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തുടങ്ങി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതുപോലുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.